വെൽക്കം ഗൈസ് ബിഗ് സ്ക്രീൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വിജയ് ദേവരകൊണ്ടയുടെ വരാൻ പോകുന്ന ഒരു സിനിമയെ കുറിച്ചാണ്. പടത്തിന്റെ ഇൻസൈഡ് റിപ്പോർട്ടുകൾ പറയുന്നത് പടം ഒരു കൈതി ലെവൽ പടമായിരിക്കുമെന്നാണ്. പടത്തിന്റെ ഒരു മ്യൂസിക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പടത്തിന്. അതുപോലെ തന്നെ ഒരു കൈതി മോഡൽ പടമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മുടെ ജേഴ്സിയുടെ ഡയറക്ടറായിട്ടുള്ള ഗൗതമാണ് ഈ ഒരു പടം ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിന്റെ മ്യൂസിക് ഡയറക്ടറിനുള്ള ആ ഒരു ചർച്ചയിൽ നമ്മുടെ അനിരുദ്ധാണ് ഫിക്സ് ആയിട്ടുള്ള ഒരു തീരുമാനം. അതുപോലെ തന്നെ ഇതിന്റെ ഹാർഡ് കോർ മ്യൂസിക് ആയിരിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമേ പടത്തിൽ ഉണ്ടാവൂ. അതുപോലെ തന്നെ നോ മ്യൂസിക് ആയിട്ടുള്ള ഒരു പടമാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടത്തിൽ അപ്പോൾ ലേഡി അതുപോലെ റൊമാന്റിക് അങ്ങനത്തെ ക്രിഞ്ച് പരിപാടികളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വിജയ് ദേവരകൊണ്ടയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാ പടങ്ങളും ഇതുപോലെ ഒരു തകരപ്പാട്ട പടങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി പടമായതുകൊണ്ട് തന്നെ പടത്തിന്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ വിജയ് ദേവരകൊണ്ട ഒരു സീരിയസ് കോപ്പ് റോളിലാണ് വരുന്നത്. ഒരു പോലീസ് പടമായതുകൊണ്ട് ചിലപ്പോൾ ഒരു ത്രില്ലറോ അതുപോലെ തന്നെ ഒരു ആക്ഷൻ പടമോ ആ ഒരു കാറ്റഗറിയിൽ വരാനാണ് സാധ്യത. എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ രജനീകാന്തിന്റെയാണ്. രജനീകാന്തിന്റെ ബയോപിക് ലോഡിംഗ് ആവുകയാണ്. പടത്തിന്റെ സ്ക്രിപ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഇൻസൈഡ് ന്യൂസ് ആണ്. അതുപോലെ തന്നെ റിപ്പോർട്ട് പറയുന്നത് സാജിദ് നദിയദ് വാല എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറാണ് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ്. എന്തായാലും നമ്മുടെ രജനീകാന്തിന്റെ ബയോപിക് ആകുമ്പോൾ പടം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. അതിന്റെ കാസ്റ്റ് എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇതൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് മാത്രമാണ് വന്നിരിക്കുന്നത് രജനീകാന്തിനെ കുറിച്ച്. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സലാർ ടുവിനെ കുറിച്ചാണ്. സലാർ ടുവിന്റെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് പടം ഈ മെയ് അവസാനത്തോടു കൂടി 10 ദിവസത്തിന്റെ ഒരു ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാമോജി റാവു ഫിലിം സിറ്റിയിലാണ് ഇത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ക്രൂ അതിൽ ജോയിൻ ചെയ്യുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. പടം അവസാനമായിട്ടുള്ള 2025 ഡിസംബറിലാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും പടത്തിന്റെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം കിര അദ്വാനി അതുപോലെ തന്നെയുള്ള ബോളിവുഡിൽ നിന്നുള്ള മികച്ച താരങ്ങളും പടത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. പടത്തിനെ കുറിച്ചുള്ള ബാക്കി അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഈ ഒരു അപ്ഡേറ്റ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും സലാർ 2 ഒരു വമ്പൻ വിജയമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഒരു ഫസ്റ്റ് എന്ന് പറയുന്നത് അത്രയും ഹിറ്റ് ആയിട്ടില്ലെങ്കിലും സെക്കൻഡ് ഒരു അടിപൊളി ഹിറ്റ് ആവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു അപ്ഡേറ്റ് 3 സിനിമയുടെ അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.